നമസ്കാരം. ഇത് കാതിലൊരു കിന്നാരം. റിഹാൻ റാഷിദ് എഴുതുന്ന നോവൽ പ്രണയമയൂകം, അദ്ധ്യായം 2. ശ്രുതി ആശങ്കയോടെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ഫോൺ റിങ് ചെയ്തു. അമ്മയായിരിക്കുമെന്ന് കരുതി ഫോൺ എടുത്തു. നോക്കിയപ്പോൾ ജാസ്മിൻ ആയിരുന്നു. സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ശ്രുതി. അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഫോൺ ബെല്ലടിച്ച് നിശബ്ദമായതും ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. അച്ഛനും അമ്മയുമാണ്. ചിരിച്ച് തമാശ പറയുന്ന ഭാവത്തിൽ കയ്യിൽ ഷോപ്പിംഗ് ബാഗുമൊക്കെയായി അച്ഛനും അമ്മയും നടന്നു വരുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഇത്രയും നേരം തന്നെ ടെൻഷൻ അടുപ്പിച്ചിട്ട് വരുന്ന വരവ് കണ്ടില്ലേ? അവൾ ഉടൻ മുൻവശത്തെ വാതിൽ താക്കോലിട്ട് പൂട്ടി. എന്നിട്ട് തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. ജയന്തി കോളിംഗ് ബെല്ലടിച്ചെങ്കിലും ശ്രുതി വാതിൽ തുറന്നില്ല. എത്ര വിളിച്ചിട്ടും തുറക്കാതായപ്പോൾ ജയന്തി ഒന്ന് ഭയന്നു. അവൾ അകത്തില്ലെന്ന് തോന്നുന്നു. അമ്മായിയുടെ അടുത്തേക്ക് പോയതായിരിക്കുമോ? ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതിനിടെ ഗോപൻ ചോദിച്ചു. അങ്ങോട്ടെന്തായാലും അവൾ പോവില്ല. ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ജയന്തി പറഞ്ഞു. അകത്ത് ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. ഗോപൻ വാതിൽ താക്കോലിട്ട് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അകത്തെ താക്കോൽ ഊരിയെടുക്കാത്തത് കൊണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇമ്മാതിരി സർപ്രൈസ് ഒന്നും വേണ്ടാന്ന്. ജയന്തി ഗോപനെ കുറ്റപ്പെടുത്തി. ശ്രുതിയുടെ മുറിയുടെ ജനലിനടുത്ത് ചെന്ന് ഗോപൻ 3-4 പ്രാവശ്യം വിളിച്ചു. ഒടുവിൽ അവൾ മുൻവാതിൽ തുറന്നു. ജയന്തിയും ഗോപനും അവളെ ശ്രദ്ധിച്ചു. എന്താ എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? ജയന്തിയുടെ ചോദ്യം അവൾ കേട്ടതായി പോലും നടിച്ചില്ല. ഗോപൻ ആശ്വസിപ്പിക്കുന്ന മട്ടിൽ അവളെ ചേർത്ത് പിടിച്ചെങ്കിലും ശ്രുതി ദേഷ്യത്തോടെ കുതറി മാറി വീണ്ടും മുറിയിൽ കയറി വാതിലടച്ചു. പിണക്കം കുറച്ചു കഴിയുമ്പോൾ മാറുമെന്ന് ഗോപനും ജയന്തിയും കരുതിയെങ്കിലും അവർ മാറി മാറി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും അവൾ പിന്നെ വാതിൽ തുറന്നില്ല. ഒന്നും കഴിക്കാതെ അവൾ കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. എൻ്റെ ജയന്തി, നിനക്ക് മാത്രമാണോ വിഷമം? അവളുടെ മുഖം ഒന്ന് വാടിയാൽ പോലും എനിക്ക് സമാധാനമുണ്ടാവില്ല. മകളോടുള്ള ഗോപൻ്റെ സ്നേഹം ആവശ്യത്തിലും കൂടുതലാണെന്ന് ജയന്തിക്കും അറിയാം. എൻ്റെ മോള് കഴിഞ്ഞ് ഈ ലോകത്ത് എനിക്ക് മറ്റെന്തുമുള്ളൂ. വിശാരിക്കാവിൽ അമ്മയുടെ അനുഗ്രഹത്താലാണ് അവളെ എനിക്ക് കിട്ടിയത് എന്നാണ് ഗോപൻ എപ്പോഴും പറയുക. കുഞ്ഞുണ്ടായതിൽ പിന്നെ അവൻ തെയ്യം കാണാൻ പോലും വരാതായി എന്നായിരുന്നു ഗോപൻ്റെ കൂട്ടുകാരിയുടെ പരാതി. ശ്രുതി കഴിക്കാൻ വരില്ലെന്ന് ഉറപ്പായപ്പോൾ വിളമ്പിയ ചോറ് കളയേണ്ടി വരുമല്ലോ എന്നോർത്ത് ജയന്തിയും ഗോപനും എങ്ങനെയോ അത് കഴിച്ചിറക്കി. അവളുടെ കൂട്ടുകാരോട് ഗോപൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ആ, പറഞ്ഞു. നാളെ രാവിലെ തന്നെ എല്ലാവരും എത്തും. രാവിലെ 7 മണിയോടെ അഖിലെത്തിയപ്പോഴാണ് ശ്രുതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. നീ എന്തിവിടെ? നിനക്ക് വീടും കൂടിയൊന്നുമില്ലേ? ശ്രുതി ചോദിച്ചു. രാവിലെ ഈ വഴി പോയപ്പോൾ റോഡിൽ വെച്ച് നിന്റെ അച്ഛനെ കണ്ടു. ചായ കുടിച്ചിട്ട് പോവാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ വന്നതാണ്. അഖിലിൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയുള്ളതുപോലെ ശ്രുതിക്ക് തോന്നി. അതിനിടെ അവൻ ജാസ്മിനും മറ്റുള്ളവർക്കും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഫർസാനയുടെ മറുപടി വന്നു. ജാസ്മിൻ്റെ വോയിസ് മെസ്സേജ് കേട്ടുകൊണ്ട് അഖിൽ അടുക്കളയിലേക്ക് കയറി ചെന്നു. അവനടക്കമുള്ള ശ്രുതിയുടെ കൂട്ടുകാർക്ക് സ്വന്തം വീട് പോലെയാണ് ശ്രുതി നിലയം എന്ന ആ ചെറിയ വീട്. 23-ാം വയസ്സിൽ PSC വഴി വാട്ടർ അതോറിറ്റിയിൽ ജോലി കിട്ടിയതിൻ്റെ പിറ്റേ വർഷമാണ് 21-കാരിയും പന്തലായനി സ്വദേശിനിയുമായ ജയന്തിയെ ഗോപൻ വിവാഹം കഴിച്ചത്. ശ്രുതി 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഗോപൻ്റെ അമ്മയുടെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ലഭിച്ച 5 സെൻറ് സ്ഥലത്ത് വീട് പണി തുടങ്ങിയത്. അക്കാലത്ത് കുറ്റ്യാടിയിലുള്ള ഓഫീസിലായിരുന്നു ഗോപൻ ജോലി ചെയ്തിരുന്നത്. ദിവസവും പോയി വരാനുള്ള ദൂരം മാത്രമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജയന്തിയുടെ സ്വർണം വിറ്റ പണവും ബാങ്കിലെ ഹോം ലോണും ഉപയോഗിച്ച് 1.5 കൊല്ലം കൊണ്ടാണ് വീടുപണി തീർത്തത്. താമസമാക്കിയതിൻ്റെ 2-ാം മാസം ഗോപന് കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ വന്നു. 3 വർഷം അവിടെയായിരുന്നു. ആഴ്ച അവസാനം വീട്ടിലേക്ക് വരും. തിങ്കളാഴ്ച രാവിലത്തെ തീവണ്ടിക്ക് കാസർഗോഡ് തിരിച്ചു പോകും. ഇതായിരുന്നു പതിവ്. ഒടുക്കം യൂണിയൻ്റെ ഇടപെടലിലൂടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതാണ്. ഫർസാനയും കൂട്ടുകാരികളും വരുന്നത് കണ്ട് ശ്രുതി ഒന്ന് അമ്പരന്നു. എല്ലാത്തിനെയും കൂടി എന്താണ് രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശ്രുതി ചോദിച്ചു. ഒരു സർപ്രൈസ് ഉണ്ട് മോളെ. നയന പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രുതി ചോദ്യരൂപത്തിൽ ജാസ്മിനെ നോക്കി.
സാധാരണ പിറന്നാളിനാണ് ഇങ്ങനെ സർപ്രൈസ് കിട്ടാറുള്ളത്. അതിന് ഇനിയും ഒരു മാസത്തിനടുത്ത് ബാക്കിയുണ്ട്. അതോ വല്ല പെണ്ണു കാണലുമായിരിക്കുമോ? അതോ വേറെ വല്ല പ്രോഗ്രാം? ശ്രുതി ചിന്തിച്ചു. അവൾ പെട്ടെന്ന് കുളിച്ച് ബാങ്കി ജീൻസിനൊപ്പം ഒരു ആലിയ കുർത്തയും ഇട്ട് ഡൈനിങ് റൂമിലേക്ക് വന്നു. ആ വസ്ത്രത്തിൽ അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു. കൂട്ടുകാരെല്ലാവരും കഥ പറഞ്ഞും കളിയാക്കിയും തഗ്ഗടിച്ചും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗോപൻ അങ്ങോട്ട് ചെന്നു. എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ. ശ്രുതിയും കൂട്ടുകാരും ഗോപന് പിന്നാലെ ചെന്നു. മുറ്റത്തൊരു പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ. അഖിലാണ് ആദ്യം അതിനടുത്തേക്ക് ഓടിച്ചെന്നത്. ഇതായിരുന്നല്ലേ സർപ്രൈസ്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഗോപനും ജയന്തിയും ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഗോപൻ സ്കൂട്ടറിൻ്റെ താക്കോൽ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിന്ന അവൾ പെട്ടെന്ന് ഗോപനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീർ വീണു. ഇതിനായിരുന്നല്ലേ രണ്ടാളും കൂടെ നാടകം കളിച്ച് എന്നെ ഇത്രയും വിഷമിപ്പിച്ചത്? കരച്ചിലിനും ചിരിക്കുമൊപ്പമായിരുന്നു ശ്രുതിയുടെ ചോദ്യം. എന്നാൽ പിന്നെ കോളേജിലേക്ക് തന്നെ ആവട്ടെ ഉദ്ഘാടന ഓട്ടം. ശ്രുതിയുടെ കയ്യിൽ നിന്ന് താക്കോൽ തട്ടിപ്പറിച്ച് അഖിൽ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. അവൾ അവൻ്റെ പിന്നിലേക്ക് കയറി. അവർ ഗേറ്റ് കടന്നപ്പോൾ ഗോപൻ സുഹൃത്തും അയൽക്കാരനുമായ സുഗുവിൻ്റെ ഓട്ടോയിൽ ജാസ്മിനെയും ഫർസാനയെയും നയനയെയും കയറ്റിവിട്ടു. ഓട്ടോയിൽ കയറിയതും ഫർസാന റഹീസിനെ വിളിച്ചു. ഡാ, ഞങ്ങൾ ദാ വന്നു കഴിഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് ജാസ്മിന് ചിരി വന്നു. എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ നിന്റെ ബോസാണോ റഹീസ്? ഇതാണ് ജാസ്മിൻ സ്നേഹം. പിന്നെ സ്നേഹം. ഇതൊക്കെ ബോറാണ് ഫർസു. നമുക്കൊരാളോട് ഇഷ്ടവും പ്രേമവും ഒക്കെ ഉണ്ടാവും എന്ന് വെച്ച് അവരുടെ അടിമയായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. +2 പഠിക്കുന്ന സമയത്ത് തന്നേക്കാൾ ഒരുപാട് മൂപ്പുള്ള ഏതോ ഒരുത്തനുമായി കട്ട പ്രേമത്തിലായിരുന്നു ജാസ്മിൻ. പ്രേമം തലയ്ക്കു പിടിച്ച അവൻ വിളിച്ചിടത്തെല്ലാം പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ പതിയെ അവളെ ഒഴിവാക്കി. കുറേ നാൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്താണ് അവൾ ജീവിതം തിരികെ പിടിച്ചത്. അതോടെ പ്രേമമെന്ന് കേൾക്കുന്നതേ അവൾക്ക് കലിപ്പാണ്. പഴയ കഥയൊന്നും അവൾ കൂട്ടുകാരോട് പറഞ്ഞിട്ടുമില്ല. അവർ കോളേജിന് മുന്നിൽ ഓട്ടോയിൽ ഇറങ്ങുമ്പോൾ ഗേറ്റിനടുത്ത് വണ്ടിയുമായി ശ്രുതിയും അഖിലും നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും ശ്രുതി പറഞ്ഞു, നിങ്ങൾക്കൊരു ഫൈറ്റ് സീൻ മിസ്സായി. സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവനിപ്പം നല്ലത് കിട്ടിയതേ ഉള്ളൂ. എന്തിന്? ജാസ്മിൻ ചോദിച്ചു. കഴിഞ്ഞയാഴ്ച നടന്ന ഫുട്ബോൾ മാച്ചിൽ അമൽ വീഴുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതൊരു ട്രോളാക്കി SN ബോയ്സ് ഗ്രൂപ്പിലിട്ടു. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന പഴയ ലാലേട്ടൻ്റെ സിനിമയിലെ വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ എന്ന ജഗതിയുടെ ഡയലോഗ് വെച്ച് ഞാൻ അതങ്ങ് പോസ്റ്റ് പറയുന്നതിനൊപ്പം അവൻ ഫോണിൽ ആ വീഡിയോ അവരെ കാണിച്ചു. ചുമ്മാതല്ല ഇടി കിട്ടിയത്. കൂട്ടുകാരികളുടെ കളിയാക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ അഖിൽ വിഷയം മാറ്റി. അതൊക്കെ പോട്ടെ, ആ മൊബൈൽ ഷോപ്പിലെ ശരത്തിന് ഇവളോട് എന്തോ ഒരു ഇതുണ്ടെന്ന് ഉറപ്പാണ്. ഇന്നലെ അയാളുടെ നോട്ടം കണ്ടില്ലായിരുന്നോ? അത് ഞാനും ശ്രദ്ധിച്ചു. ഫർസാന പിന്തുണയുമായി എത്തി. ഫർസു, നീ എന്ത് ശ്രദ്ധിച്ചെന്നാ? മോളെ ശ്രുതി, നമ്പർ ഇറക്കല്ലേ. ഞങ്ങൾക്കും അതൊക്കെ മനസ്സിലാവും. എന്തായാലും നിന്റെ ഭാഗ്യം. അവിടെ പോകുന്ന പല പെൺകുട്ടികൾക്കും ആളോട് ക്രഷാണെന്നാണ് കോളേജിലാക്കി പറയുന്നത്. ഫർസാന രഹസ്യം പോലെ പറഞ്ഞു. അവൻ കാണാൻ സുന്ദരനെന്ന് മാത്രമല്ല ആളൊരു വൈബ് ടീമുമാണ്. ഞാനാണേൽ എന്നെ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തേനെ. നയനയുടെ മുഖത്തൊരു ചുവപ്പ് പടർന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴും ശരത്തിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും അകൽച്ചയെക്കുറിച്ചുമായിരുന്നു ശ്രുതിയുടെ ചിന്ത. അറിയാതെ അവളുടെ കണ്ണു നിറഞ്ഞു. നീ എന്താടി കരയുവാണോ? ഫർസാന ചോദിച്ചു. തലവേദനയാടി, ശ്രുതി വാടിയ മുഖത്തോടെ പറഞ്ഞു. അടുത്ത അവരിൽ വരേണ്ടിയിരുന്ന മിസ് വരാതായപ്പോൾ നയന വീണ്ടും ശരത്തിൻ്റെ കാര്യമെടുത്തിട്ടു. അങ്ങേര് കമ്മിറ്റഡ് അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നയന പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നു. എന്ന് നിന്നോട് അങ്ങേര് പറഞ്ഞോ? ശ്രുതി ചോദിച്ചു. അതൊക്കെ ആരെങ്കിലും പറയണോ മോളെ? ആവശ്യക്കാരതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തും. വെങ്ങളത്താണ് ആളുടെ വീട്. അച്ഛനും അമ്മയും ഒരു പെങ്ങളും ഉണ്ട്. 3 കൊല്ലം മുൻപാണ് അവളുടെ വിവാഹം കഴിഞ്ഞത്. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളി. ശരത്തിനെക്കുറിച്ച് എല്ലാം അറിയുന്ന മട്ടിൽ നയനയുടെ സംസാരം കേട്ടപ്പോൾ ശ്രുതി അലറി.
എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കാമോ? അവളെ എന്തോ കാര്യമായി അലട്ടുന്നുണ്ടെന്ന് കൂട്ടുകാരികൾക്ക് തോന്നി. മറ്റുള്ളവരെല്ലാം ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഖിൽ അവളുടെ അരികിലേക്ക് ചെന്നു. എന്താ ശ്രുതി പ്രശ്നം? അവൻ ചോദിച്ചു. കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഏത് പാതിരയ്ക്കും ആദ്യം അവനാണ് ഓടിയെത്തുക. ഒന്നുമില്ല. ശ്രുതിയുടെ മനസ്സിൽ അപ്പോഴും ശരത്തും നയനയുമായിരുന്നു. നയനയ്ക്ക് ശരത്തുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൾ അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്? അവൾ അസ്വസ്ഥയായി. പ്രണയത്തിലായിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും ശരത്തിൻ്റെ രഹസ്യഭാവം അവൾക്കത്ര പിടിച്ചിരുന്നില്ല. അതിനവൻ പറഞ്ഞ കാരണങ്ങൾ. ശ്രുതി, നമ്മൾ തമ്മിലുള്ള ബന്ധം തൽക്കാലം ആരും അറിയണ്ട. എല്ലാത്തിനും അസൂയയാണ്. പ്രത്യേകിച്ച് നിന്നെപ്പോലെ സുന്ദരിയായ ഒരു കുട്ടിയുമായി സ്നേഹത്തിലാണെന്നറിഞ്ഞാൽ അത് കലക്കാൻ പലരും നോക്കും. നിന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എല്ലാം അതോടെ തീരും. മൊബൈൽ ഷോപ്പിൽ വെച്ച് ശരത്ത് പറഞ്ഞ ആ വാക്കുകൾ അവൾ വീണ്ടും ഓർത്തു. ഇതുപോലൊരു മൊബൈൽ ഷോപ്പ് സ്വന്തമായി തുടങ്ങിയിട്ട് വേണം നമ്മുടെ കല്യാണം. അതുവരെ ഇത് ആരും അറിയരുത് ശ്രുതി. അത് കേട്ടപ്പോഴൊക്കെ ശ്രുതിയുടെ ഉള്ളിൽ അവനോടുള്ള സ്നേഹത്തിന് ആഴം കൂടി. അവൻ്റെ വിരലുകൾ കഴുത്തിലൂടെ ഒരു തൂവൽ സ്പർശമായി നീങ്ങിയപ്പോഴൊക്കെ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കപ്പെടുന്നത് താനാണെന്നായിരുന്നു ശ്രുതിയുടെ ചിന്ത. എന്നെ ശരിക്കും ഇഷ്ടമാണോ? അക്കാലത്തെല്ലാം ദിവസവും 10 പ്രാവശ്യമെങ്കിലും ശ്രുതി ചോദിച്ചിരുന്നു. നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. വാട്സപ്പിൽ കെട്ടിപ്പിടിക്കുന്ന ഇമോജിക്കൊപ്പമുള്ള അവൻ്റെ മറുപടികൾ അവളെ സന്തോഷിപ്പിച്ചിരുന്നു. ശരത്തേട്ടാ, ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരുമിച്ചുള്ള യാത്രയാണോ? അല്ല, സ്നേഹിക്കുന്നവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതാവുമല്ലേ? എപ്പോഴും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ? എന്നാൽ പിന്നെ നീ തന്നെ പറ. ഞാൻ ഇവളെ സ്നേഹിക്കുന്നുവെന്ന് ലോകത്തോട് മുഴുവൻ ആത്മാർത്ഥമായി പറയുന്നതാണ് ഒരു പെണ്ണിന് അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും. ഓ അങ്ങനെ. ഞാനപ്പോൾ എല്ലാം എല്ലാവരോടും പറയണമെന്നല്ലേ? എൻ്റെ ശ്രുതി, അതേക്കുറിച്ച് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ്. പെട്ടെന്ന് ശരത്തിൻ്റെ സ്വരം മാറി. അതിനെല്ലാവരോടും വിളിച്ചു പറയണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞോ? താൻ പറയുന്നത് അവന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന സങ്കടമായിരുന്നു ശ്രുതിക്കപ്പോൾ. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ശ്രുതി. പിന്നെ ഈയിടെയായി നിൻ്റെ ഈ പൊസസീവ്നെസ് എനിക്കൊട്ടും പിടിക്കുന്നില്ല. ഒരവസരത്തിന് കാത്തിരുന്നത് പോലെയായിരുന്നു ശരത്തിൻ്റെ മറുപടി. ഞാൻ എന്തു കാണിച്ചെന്നാ? എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നതാണോ? അതോ എന്താ ഫോൺ ബിസി ആകുന്നതെന്ന് ചോദിക്കുന്നതോ? അതൊക്കെ തന്നെ. ഒന്നാമത് പഴയ കാലമൊന്നുമല്ല ശ്രുതി. നമ്മളൊരാളുമായി കമ്മിറ്റഡ് ആണെന്ന് വെച്ച് ഫുൾ ടൈം അയാളുടെ കുരുക്കിൽ നിൽക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ശരത്തിൻ്റെ മറുപടി ശ്രുതിക്ക് തൃപ്തികരമായി തോന്നിയില്ല. എല്ലാ കാര്യത്തിനും തന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് അവൻ്റെ പതിവായിരിക്കുന്നു. നയനയുടെ വരവോടെയാണത്. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? അഖിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ആലോചനകളിൽ നിന്നുണർന്നത്. ഒന്നുമില്ല, എനിക്ക് വീട്ടിൽ പോവണം. ഇനിയും ഒരു അവർ കൂടിയില്ലേ? അഖിൽ, അതെനിക്കറിയാം. പക്ഷെ എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോയേ പറ്റൂ. നിനക്ക് എന്നെ ഒന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? അത് പറ. നെറ്റിയിൽ അമർത്തി പിടിച്ചുള്ള ശ്രുതിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് തീരെ വയ്യെന്ന് അഖിലിന് ഉറപ്പായി. എന്നാ വാ. അവർ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ ജാസ്മിനും ഫർസാനയും നയനയും എതിരെ വന്നു. എങ്ങോട്ടാ രണ്ടും കൂടെ? നയന ചോദിച്ചു. അവൾക്ക് തലവേദന, വീട്ടിൽ പോവണമെന്ന്. അവർ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നെല്ലിയാടി റോഡിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കലുങ്കിനോട് ചേർത്ത് അഖിൽ സ്കൂട്ടർ നിർത്തി. ശ്രുതി, ചിലപ്പോൾ ഇതെൻ്റെ സംശയം മാത്രമായിരിക്കും. അങ്ങനെയാണേ നീ അതങ്ങ് വിട്ടേക്കണം. അഖിലിൻ്റെ ശബ്ദത്തിലുണ്ടായ മാറ്റം കേട്ടപ്പോൾ ഗൗരവമുള്ള കാര്യമാണെന്ന് ശ്രുതിക്ക് തോന്നി. നിനക്കെന്താ മൊബൈൽ ഷോപ്പിലെ മാനേജർ ശരത്തിനെ മുൻപ് പരിചയമുണ്ടോ? പ്രതീക്ഷിക്കാതെയുള്ള അഖിലിൻ്റെ ചോദ്യം കേട്ടതും ശ്രുതി പരുങ്ങി. എന്ന് നിന്നോടാര് പറഞ്ഞു? അതൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പ്രേമമാണോ? അതൊന്നും നീ അറിയണ്ട. ശ്രുതിയുടെ മുഖം ചുവന്നു. ശ്രുതി, നീ സത്യം പറ. എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ. ആദ്യമൊന്നും മടിച്ചെങ്കിലും സിനിമയ്ക്ക് പോയതും ഒരേ ഒരു തവണ മുറിയെടുത്തതും ഒഴികെ എല്ലാം നിറക്കണ്ണുകളോടെ അവൾ അവനോട് പറഞ്ഞു. കണ്ണു തുടയ്ക്ക്. അഖിൽ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഇനി നീ എന്താ പറയാൻ വന്നതെന്ന് പറ. ശ്രുതി, അയാൾ ശരിയല്ല.
തൽക്കാലം നീ അത്ര മാത്രം അറിഞ്ഞാൽ മതി. കഴിയുന്നതും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നിനക്ക് നല്ലത്. അതൊന്നും പറ്റില്ലടാ. കുറച്ച് ദേഷ്യം കാണിക്കുമെങ്കിലും ആളത്ര കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ കുഴപ്പക്കാരനല്ലാഞ്ഞിട്ടാണോ ജാസ്മിന് മാസങ്ങളോളം കൗൺസിലിങ്ങിന് പോകേണ്ടി വന്നത്? ശ്രുതി ശരത്തിനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ അഖിൽ അറിയാതെ പറഞ്ഞുപോയി. ജാസ്മിനോ? നിനക്കിത് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് നിന്നെ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ തോന്നിയില്ലടി. ശ്രുതി അവനെ തറപ്പിച്ചു നോക്കി നിന്നു. എൻ്റെ കൂടെ ഫുട്ബോൾ കോച്ചിങ്ങിന് വന്നിരുന്ന ഫർഹാനെ നീ അറിയില്ലേ? അവനിപ്പോൾ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. എന്നാലും മിക്ക ദിവസങ്ങളിലും വിളിക്കുകയും ചാറ്റിങ്ങും ഉണ്ട്. 2 മാസം മുന്നേ നമ്മളൊക്കെയുള്ള ഒരു ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് നീ ഓർക്കുന്നുണ്ടോ? കാപ്പാട് പോയപ്പോൾ എടുത്തത്. അത് അവനും കണ്ടായിരുന്നു. ജാസ്മിൻ അവൻ്റെ അകന്ന ബന്ധത്തിലുള്ള കുട്ടിയാണ്. പിറ്റേന്ന് അവൻ എന്നെ വിളിച്ചു. അപ്പോഴാണ് ജാസ്മിൻ്റെയും ശരത്തിൻ്റെയും പ്രേമത്തെക്കുറിച്ചും അയാൾ അവളെ നൈസായി തേച്ചതിനെക്കുറിച്ചും പറഞ്ഞത്. മാത്രമല്ല ഇക്കണ്ട കാലത്തിനിടയിൽ അയാൾ ജോലി ചെയ്തിരുന്നിടത്തെല്ലാം 1-2 പെൺപിള്ളേരെ വളച്ച കഥയും അവൻ പറഞ്ഞു. വളയ്ക്കുക മാത്രമായിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നു ശ്രുതി. പലതും പറഞ്ഞ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുന്നവനാണവൻ. അസലൊരു സൈക്കോ. മാനം പോകുമെന്ന് പേടിച്ച് ആരും പരാതിയുമായി മുന്നോട്ട് പോവാത്തതിൻ്റെ ധൈര്യമാണ് ആ വൃത്തികെട്ടവന്. പൊട്ടിത്തെറിക്കുമെന്ന മട്ടിൽ ഒന്ന് കരയാൻ പോലും കഴിയാതെയുള്ള ശ്രുതിയുടെ നിൽപ്പ് കണ്ട് അഖിലിന് പേടി തോന്നി. എങ്കിലും അവൻ തുടർന്നു. അതുമാത്രമല്ല, നമ്മുടെ നയനെ പറ്റിയും ഞാൻ ചില കഥകൾ കേട്ടു. അവൾ അമ്പരപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ സംശയിച്ചതെല്ലാം ശരിയായിരുന്നു അല്ലേ? എന്താ നീ കേട്ടത്? ഒന്നുമില്ല. അവൻ അവളെ വളയ്ക്കാൻ നോക്കുന്നുണ്ട് എന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി. ഇനി ഇതൊന്നും അവനോട് ചോദിക്കാൻ നിൽക്കണ്ട. വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നൈസായിട്ട് ഒഴിയാൻ നോക്കുന്നതാണ് ബുദ്ധി. ഒരു മൂളൻ മാത്രമായിരുന്നു അവളുടെ മറുപടി. ശ്രുതിയുടെ ഉള്ള എരിഞ്ഞു നീറി. തൊട്ടടുത്തുള്ള കടയിലെ ആളുകൾ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അഖിൽ വണ്ടിയെടുത്തു. അവൻ്റെ പിന്നിലിരിക്കുമ്പോൾ ശരത്തിനെ പരിചയപ്പെട്ടത് മുതലുള്ള കാര്യങ്ങളായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. നീയല്ലായിരുന്നോ ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്തത്? കഴിഞ്ഞ ആഴ്ചയിൽ ചാറ്റ് ചെയ്യുന്നതിനിടെ നയനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതായിരുന്നു ശരത്തിൻ്റെ ചോദ്യം. എനിക്കൊന്നും ഓർമ്മയില്ല. ശ്രുതി അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സതിനു ചുറ്റും വട്ടമിട്ട് കൊണ്ടിരുന്നു. +2 പരീക്ഷ കഴിഞ്ഞയുടൻ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരണമെന്നുള്ളത് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. സയൻസ് വിഷയങ്ങളോട് വലിയ താല്പര്യമില്ലാഞ്ഞിട്ടും ക്ലാസ്സിൽ പോയത് അച്ഛനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടും ഒരാഴ്ച കൊണ്ട് ക്ലാസ് മടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാനായിട്ട് കൂട്ടുകാരോടൊപ്പം തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ ചെന്നത്. ചുള്ളനാണല്ലേ. ഇനിയിപ്പോൾ ഒന്നുമില്ലേലും ഇങ്ങേരെ വായി നോക്കിയെങ്കിലും സമയം പോക്കാം. കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞപ്പോൾ ശ്രുതിയടക്കം എല്ലാവരും ചിരിച്ചു. അടുത്ത ദിവസം മുതൽ അയാളെ കാണാൻ മാത്രം പലരും ആ കടയിൽ കയറിയിറങ്ങി. ആ ഇടയ്ക്കായിരുന്നു കോച്ചിങ് സെൻറ്ററിൻ്റെ 5ാം വാർഷികാഘോഷം. അതിൻ്റെ സ്പോൺസർ ആ മൊബൈൽ ഷോപ്പുകാരായിരുന്നു. സെൻറ്ററിനോട് ചേർന്നുള്ള കെട്ടിടത്തിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടികൾ. ഒരു പ്രമുഖ മ്യൂസിക് റിയാലിറ്റി താരമായിരുന്നു ഉദ്ഘാടക. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനായി എല്ലാവരും തിരക്കുകൂട്ടി. തൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കാരണം ശരത്തിൻ്റെ ഫോണിലായിരുന്നു ശ്രുതിയുടെ ചിത്രമെടുത്തത്. ചേട്ടാ, അതൊന്ന് അയച്ചു തന്നേക്കണേ. തിരക്കിനിടയിൽ ശ്രുതി അവനെ ഓർമ്മിപ്പിച്ചു. ദാ ഇപ്പോൾ തന്നെ അയച്ചേക്കാം. വാട്സപ്പ് നമ്പർ തന്നേക്ക്. അങ്ങനെയായിരുന്നു ആ ബന്ധത്തിൻ്റെ തുടക്കം. ഫോട്ടോ അയച്ചു കിട്ടിയപ്പോൾ ശ്രുതി അയാളുടെ നമ്പർ സേവ് ചെയ്തിട്ടു. പിന്നെ ഇടയ്ക്കിടെ ഇരുവരും സ്റ്റാറ്റസുകൾക്ക് മറുപടിയിടാൻ തുടങ്ങി. പതിയെ അതൊരു പ്രണയമായി വളർന്നു. എനിക്കൊരു ക്രഷൊക്കെ തോന്നുന്നു. അമ്മയുടെ കസിൻ്റെ കല്യാണത്തിന് സാരിയുടുത്ത ഫോട്ടോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് കണ്ട് ശരത്ത് എഴുതി. ഒരു ലവ് ചിഹ്നമായിരുന്നു ശ്രുതിയുടെ മറുപടി. അന്ന് അവർ കുറേ നേരം ചാറ്റ് ചെയ്തു. തൻ്റെ വീട്ടുകാരെക്കുറിച്ചും താല്പര്യങ്ങളെക്കുറിച്ചുമായിരുന്നു സംസാരം. മറ്റ് ആൺകുട്ടികളെ പോലെയല്ല അവനെന്ന് അവൾക്ക് തോന്നി. അവളത് അവനോട് സൂചിപ്പിക്കുകയും ചെയ്തു. അതെന്താ അങ്ങനെ പറഞ്ഞത്? വോയിസ് മെസ്സേജായിരുന്നു അത്. പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ ആൺപിള്ളേർ രാത്രിയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വഴിമാറും. അവർക്ക് പെൺകുട്ടികളെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ തോന്നും.
അനുഭവമുണ്ടോ? ചിരിച്ചുകൊണ്ടായിരുന്നു ശരത്തിൻ്റെ ചോദ്യം. പിന്നല്ലാതെ, അതൊക്കെ അൺസഹിക്കബിളാണ്. മാത്രമല്ല, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിലും അവന്മാർക്ക് അതൊന്നുമല്ല ആവശ്യം. ഇൻസ്റ്റയിലൊക്കെ കുറേ കരിങ്കോഴികളുണ്ട്. ബ്ലോഗ് ചെയ്താലും പിന്നെയും വേറെ അക്കൗണ്ടിൽ വരും. എന്തായാലും അതിനൊന്നും എനിക്കൊട്ടും താല്പര്യമില്ല. മാത്രമല്ല, ആരുടെയും പേഴ്സണൽ സ്പേസിലോട്ട് തള്ളിക്കയറുന്നതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെയൊരു ലൈൻ. രാത്രി 12 മണിയോളം നീണ്ട ചാറ്റിംഗ്. ഗുഡ് നൈറ്റ് പറഞ്ഞ് ശരത്താണ് അവസാനിപ്പിച്ചത്. അടുത്ത ദിവസം രാവിലെ ശരത്തിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ടാണ് അവൾ ഉണർന്നത്. അന്ന് പതിവിലുമേറെ സന്തോഷത്തോടെയാണ് കോച്ചിങ് സെൻറ്ററിലേക്ക് ചെന്നത്. പക്ഷേ ശരത്തിനെ അവിടെയെങ്ങും കണ്ടില്ല. ഇൻ്റർവെല്ലായപ്പോൾ അവൾ അവന് മെസ്സേജ് ഇട്ടു. ഇന്നെന്താ വരാത്തത്? പെട്ടെന്ന് അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അയ്യോ, അച്ഛൻ എന്തു പറ്റി? ശ്രുതിക്ക് വല്ലാത്തൊരു ആദി തോന്നി. പ്രഷർ കുറഞ്ഞതാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. കെട്ടിപ്പിടിക്കുന്ന ഒരു ഇമോജിയായിരുന്നു ശരത്തിൻ്റെ മറുപടി. ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് ബാഗിലേക്കിട്ടു. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ശരത്തുമായുള്ള കഴിഞ്ഞ രാത്രിയിലെ ചാറ്റിംഗ് ആയിരുന്നു. നീയൊന്നും മനസ്സിൽ വെക്കണ്ട. വീട്ടിലെത്തി സ്കൂട്ടറിൻ്റെ കീ കൈമാറുമ്പോൾ അഖിൽ ഓർമ്മിപ്പിച്ചെങ്കിലും മറുപടി ശ്രുതി ഒരു ചിരിയിലൊതുക്കി. അവൾ സ്വന്തം മുറിയിൽ കയറി വാതിലടച്ച് കിടന്നു. ശ്രുതിയുടെ സങ്കടം കൂടി വന്നു. എത്ര പിടിച്ചു വെച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ ചതിക്കപ്പെട്ടതോർത്ത് അവൾക്ക് സ്വന്തം ശരീരത്തോട് പോലും വെറുപ്പ് തോന്നി. അവൻ്റെ മണം തൻ്റെ ദേഹത്തുള്ളതുപോലെ തോന്നിയ അവൾ കുളിമുറിയിൽ ചെന്ന് സോപ്പിട്ട് മേലു കഴുകി. എന്നിട്ടും ആ ഗന്ധം വിട്ടുമാറിയിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. മരിച്ചു കളയണമെന്ന് തോന്നിയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുഖമോർത്തപ്പോൾ അവൾക്ക് അതിന് കഴിഞ്ഞില്ല. ഒടുക്കം അവൾ ഫോൺ എടുത്ത് ശരത്തിനെ വിളിച്ചു. എന്താ പറയടി? അത്ര താല്പര്യമില്ലാത്ത മട്ടിലുള്ള അവൻ്റെ മറുപടി കേട്ടപ്പോൾ അവളുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. അഖിലിൽ നിന്നറിഞ്ഞ സകലതും അവൾ അവൻ്റെ മുന്നിൽ കുടഞ്ഞിട്ടു. എല്ലാം കേട്ട ശരത്ത് ഒരക്ഷരം പോലും പറയാതെ നിന്നപ്പോൾ ശ്രുതി പൊട്ടിത്തെറിച്ചു. നിൻ്റെയൊരു രഹസ്യ പ്രേമം എല്ലാ കഥയും ഞാൻ ഫേസ്ബുക്കിൽ പരസ്യമാക്കുന്നുണ്ടടാ. നാട്ടുകാരെ മുഴുവൻ അറിയട്ടെ നിൻ്റെ തനി നിറം. അവൾ കോൾ കട്ടാക്കി ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ കരഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് വീണു. അരമണിക്കൂർ കഴിഞ്ഞില്ല. കോളിംഗ് ബെല്ലിൻ്റെ നിർത്താതെയുള്ള ശബ്ദം കേട്ടാണ് ശ്രുതി എഴുന്നേറ്റത്. വാതിൽ തുറക്കുന്നതിന് മുൻപ് ജനാലയിലൂടെ നോക്കി അവൾ ഞെട്ടിപ്പോയി. മുറ്റത്ത് ശരത്തിൻ്റെ ബുള്ളറ്റ്. താൻ ഇത്ര നാളും സൂക്ഷിച്ച മുഖംമൂടി വലിച്ചു ചീന്തപ്പെട്ടതിൻ്റെ പകയായിരുന്നു അവൻ്റെ മുഖത്ത്. വീടിൻ്റെ സിറ്റൗട്ടിൽ കത്തുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ശരത്തിനെ കണ്ടതും കാലിലൂടെ എന്തോ മുകളിലേക്ക് ഇഴഞ്ഞു കയറുന്നതുപോലെ ഭയം അവളെ പൊതിഞ്ഞു. ശരത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്നത് നിർത്തി വാതിലിൽ ചവിട്ടാൻ തുടങ്ങി. കതക് അവൻ ചവിട്ടി പൊളിക്കുമെന്ന് തോന്നിയപ്പോൾ ശ്രുതി പതിയെ വാതിൽ തുറന്നു. അവളുടെ ശരീരം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ഭയം കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി ശ്രുതിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിച്ചു. നീ ഫേസ്ബുക്കിലിട്ട് എന്നെ നാറ്റിക്കുമല്ലടി. ശ്രുതി കഴുത്തിലെ പിടി വിടുവിക്കുവാൻ കുതറിക്കൊണ്ടിരുന്നു. ആര് പറഞ്ഞതാണേലും കേട്ടതൊക്കെ സത്യമല്ലേ? എന്നെയടക്കം പലരെയും നീ വഞ്ചിച്ചില്ലടാ. കഴുത്തിൽ നിന്നുള്ള പിടി വിടുവിച്ചുകൊണ്ട് ശ്രുതി ചീറി. അതേടി, എല്ലാം സത്യമാണ്. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നറിയണം. ശരത്ത് ഷർട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റി ശ്രുതിയുടെ കവിളിലമർത്തി. ശ്രുതി കുതറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടാൻ തുനിഞ്ഞതും ശരത്ത് അവളെ പിന്നിൽ നിന്ന് കാല് നീട്ടി ചവിട്ടി. അതിൻ്റെ ആഘാതത്തിൽ തെറിച്ചു വീണ ശ്രുതിയുടെ തല സ്റ്റീലിൻ്റെ വാതിൽപ്പടിയിൽ ചെന്നിടിച്ചു. അടുത്ത ഭാഗം നാളെ. ഇത് കാതിലൊരു കിന്നാരം.